അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു വെറൈറ്റി പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വ്യത്യസ്തമായ ഒരു പൂരി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഒരു കപ്പ് റവ നമ്മളെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റിന് വെക്കുക. അപ്പോൾ റവയൊക്കെ മൊത്തത്തിലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അതിലത്തെ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരും. നമ്മൾ 2 കിഴങ്ങ് പുഴുങ്ങിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. റവയും ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ ജീരകം, 1 പിടി മല്ലിയില ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാവുന്നത് വരെ നമുക്ക് കുറേശ്ശെ മൈദ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കണം. കൈ മുട്ടി പിടിക്കണമെങ്കിൽ ഇത്തിരിയും കൂടി പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളെ മാവ് ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ ചെറിയ ബോൾസ് എടുത്തൊന്ന് പരത്തിയിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചട്ടി ചൂടായി, എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം. നമ്മൾ സാധാ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായി പൊന്തി വരും. എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് ഏകദേശം നമ്മുടെ പൂരി 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്കൊക്കെ. പിന്നെ മുഴുവൻ മാവ് നമ്മൾ ഇതേപോലെ പരത്തിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, കറികളൊന്നും വേണ്ട, നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.